നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ നമ്മൾ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 04842830 പ്രേക്ഷകരുടെ വാർത്തകളും ദൃശ്യങ്ങളും വാട്സാപ്പിലും അയക്കാം. ഈ നമ്പറിൽ 6235968937. അപ്പോൾ നമ്മൾ ആദ്യ റിപ്പോർട്ടിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് പിടിമുറുക്കിയിരിക്കുകയാണ് ലഹരി സംഘങ്ങൾ. പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാർക്ക് പോലും രക്ഷയില്ല. കോഴിക്കോടാണ് ലഹരി മരുന്ന് പരിശോധനയ്ക്കിടെ പോലീസുകാരെ ലഹരി സംഘം ഇന്ന് ആക്രമിച്ചത്. പരിക്കേറ്റ് 2 പോലീസുകാർ ചികിത്സയിലാണ്. വൈപ്പിനിൽ ലഹരി കച്ചവടത്തെക്കുറിച്ച് പോലീസിൽ വിവരം അറിയിച്ചതിന് വീട് അടിച്ചു തകർത്തു. കാക്കനാട് ഒരു ഓട്ടോ ഡ്രൈവർക്കും ലഹരി സംഘത്തിന്റെ ക്രൂരമർദ്ദനമേറ്റു. ലഹരിക്കെതിരെ നാടൊന്നാകെ പ്രതിരോധം തീർക്കുകയാണ്. ഇതിൽ പ്രകോപിതരാണ് ലഹരി മാഫിയ. അതിന്റെ ഭാഗമായാണ് വിവരങ്ങൾ നൽകുന്നവരെ വീട്ടിൽ കയറിയടക്കം ആക്രമിക്കുന്നത്. ഇതിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ ഇവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച മുന്നോട്ട് പോകണം. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ലഹരി സംഘം ആക്രമണം നടത്തിയത്. പരിശോധനയ്ക്കിടെ അക്രമികൾ പോലീസുകാർക്ക് നേരെ കത്തിവീശി. SI ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. വൈപ്പിനിൽ ലഹരി സംഘത്തെക്കുറിച്ചുള്ള വിവരം പോലീസിനോട് പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലായിരുന്നു വീട് കയറിയ ആക്രമണം. ഉണ്ണികൃഷ്ണ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. 3 പേരെ മുളവുകാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ സ്ഥലത്തെ പ്രധാന ലഹരി കച്ചവടക്കാരാണ്. അച്ഛനെ പട്ടികക്ക് ആണികളെ വശം കൊണ്ട് തലക്കെട്ടടുക്കി. അച്ഛൻ്റെ തലയിൽ ഒരു 6 സ്റ്റിച്ചുകളും പിന്നെ വായുടെ ഉള്ളിൽ കീറിയൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റേ തുണി കൊടുക്കണ കോലൊക്കെ വെച്ച് കുത്തി വായൊക്കെ കീറി ഇതാക്കിയിട്ടേക്കണം. മലപ്പുറം AR നഗർ തോട്ടശ്ശേരി അറയിൽ പ്രധാന കഞ്ചാവ് വിതരണക്കാരനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. പുള്ളിപ്പാറ സ്വദേശി റിജീഷിനെയാണ് നാട്ടുകാർ സാഹസികമായി കീഴടക്കിയത്. കാക്കനാട് യുവാക്കളുടെ ലഹരി കച്ചവടത്തെക്കുറിച്ച് പൊതുപ്രവർത്തകരോട് പറഞ്ഞ ഓട്ടോ ഡ്രൈവറെ 3 അംഗ സംഘം മർദ്ദിച്ചു. കാക്കനാട് സ്വദേശി രഘുവിനാണ് മർദ്ദനമേറ്റത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി കൊച്ചി കോർപ്പറേഷൻ 50 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. മയക്കുമരുന്ന് വിപത്തിനെതിരെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഒരു വലിയ പ്രതിരോധം നാം തീർക്കേണ്ടതുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിനായി ഈ സാമ്പത്തിക വർഷം 50 ലക്ഷം രൂപ ചെലവഴിക്കും. കളമശ്ശേരി പോളി ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ സാക്ഷികളാക്കാനാണ് പോലീസിന്റെ പുതിയ നീക്കം. അന്തർ സംസ്ഥാന ലഹരി മാഫിയയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസിനും എക്സൈസിനുമൊപ്പം പ്രദേശവാസികൾ കൂടി ചേർന്നാൽ ലഹരി മാഫിയയെ തുടച്ചെറിയാനാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രതിസന്ധികൾ പലത് നേരിട്ടാലും ഈ വിപത്തിനെ തുടച്ചു നീക്കാൻ ഒരുമിച്ച് നിൽക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. അതേസമയം സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ. എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ലഹരിക്കെതിരെ എക്സൈസും പോലീസും സംയുക്തമായി നീങ്ങാനാണ് ധാരണ. LP ക്ലാസുകൾ മുതൽ തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങുമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത പരിശോധന ശക്തമാക്കാനും അതിർത്തികളിൽ നിരീക്ഷണം കർശനമാക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിനായി ജനകീയ ക്യാമ്പയിന് തുടക്കമിടാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇപ്പോൾ ലഹരിക്കെതിരെ നടക്കുന്ന എല്ലാ പ്രചാരണ പരിപാടികളും സംയോജിപ്പിച്ച് ഏപ്രിൽ മാസം മുതൽ അതിവിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. വിവിധ വകുപ്പുകൾ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമായിരിക്കും. അത് വിമുക്തി മാത്രമായാൽ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു നടപടി നമ്മളെന്താണുണ്ടാകുന്നത്. കുട്ടികളെ കായിക രംഗത്ത് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കും. ഹോസ്റ്റലുകളും പൊതുയിടങ്ങളും ലഹരി മുക്തമാണെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത എൻഫോഴ്സ്മെന്റ് കൂടുതൽ ഫലപ്രദമാക്കും. മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താനുള്ള ആധുനിക ഉപകരണങ്ങൾ വാങ്ങാനും സ്നിഫർ ഡോഗുകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഓൺലൈൻ ലഹരി വ്യാപാരം തടയാനുള്ള നടപടികൾ ശക്തമാക്കും.
എയർപോർട്ട്, റെയിൽവേ, തുറമുഖം എന്നിവ കേന്ദ്രീകരിച്ച പരിശോധന ഊർജിതമാക്കും. കൊറിയറുകൾ, പാഴ്സലുകൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ തുടങ്ങി കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നുവരുന്ന വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ലഹരി വ്യാപനം ചെറുക്കുന്നതിനായി സമഗ്ര രൂപരേഖ തയ്യാറാക്കുന്നതിനായി സെക്രട്ടറിതല സമിതി രൂപീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാകും സമിതി. രൂപരേഖ മന്ത്രിതല സമിതി ചർച്ച ചെയ്ത തീരുമാനത്തിലേക്ക് പോകും. ഈ മാസം 30-ന് വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമാ, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷകർത്താ സംഘടനകളുടെയും യോഗവും നടക്കും. 24 തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ധാരാളം പ്രതികരണം പ്രേക്ഷകരിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ ചിലത് ഞാൻ വായിക്കും. അബ്രഹാം തോമസ് പറയുന്നത്, ലഹരി മാഫിയ സംഘം പോലീസിനെ പോലും ആക്രമിക്കുന്നു, പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ ഷാഫി കൊമ്മേരി പറയുകയായിരുന്നു, ഈ ലഹരി മാഫിയ ഒതുക്കിയാൽ നാട്ടിൽ സമാധാനമുണ്ടാകും. എത്ര മരണമാണ് ലഹരി മൂലം ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം ശരിയാവണ്ണം സൂചിപ്പിക്കുകയാണ്. ലഹരി മാഫിയ സംഘമാണോ ഇപ്പോൾ കേരളത്തിൽ വാഴുന്നത് എന്ന് ചോദിക്കുന്നു ചില പ്രേക്ഷകർ. മാത്യു പറയുന്നു, ലഹരി പിടിക്കുമ്പോൾ അതിൻ്റെ ശിക്ഷ കുറെ കൂടി കഠിനമാക്കണമെന്ന് പറയുന്നു. ഈ നിലയിൽ ധാരാളം പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടാനുള്ളത്, പലയിടത്തും ജനങ്ങൾ മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ രംഗത്ത് വരുന്നുണ്ട് ഇത്തരം ലഹരി സംഘങ്ങൾക്കെതിരെ. അവർ ഒരു ജാഗ്രത സമിതി എന്ന കണക്കെ പലയിടത്തും പ്രതികരിക്കാൻ ഇറങ്ങുന്നുണ്ട്, പോലീസിനെ വിവരം അറിയിക്കാൻ രംഗത്തിറങ്ങുന്നുണ്ട്. അത്തരം സംഘങ്ങളെ, ഈ ലഹരി സംഘങ്ങളെ നാട്ടിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതാണ് ഏറ്റവും പോസിറ്റീവായ കാഴ്ച ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. അത്തരം ശ്രമങ്ങൾ കൂടുതൽ വ്യാപകമാകണം എന്നതാണ് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്ന്. ഒപ്പം എക്സൈസിൻ്റെയും പോലീസിൻ്റെയും സംയുക്തമായ പരിശോധനയും ഒക്കെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ ജനകീയ പ്രതിരോധം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കൂടി നമ്മൾ കടക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് കേരള ഹൈക്കോടതി. പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കൽ എസ്റ്റേറ്റ് ഉടമകളുടെ എതിർപ്പുകൾ മൂലം സർക്കാരിന് പ്രതിസന്ധിയായിരുന്നു. ഹൈക്കോടതി ഉത്തരവോടെ തടസ്സങ്ങൾ നീങ്ങുകയാണ്. ഭൂമി ഏറ്റെടുക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന എസ്റ്റേറ്റുകളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. എൽസ്റ്റൺ, ഹാരിസൺ എസ്റ്റേറ്റുകൾ നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി തീർപ്പാക്കി. സർക്കാരിനും ദുരന്തബാധിതർക്കും ഒരുപോലെ ആശ്വാസകരമാകുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതനുസരിച്ച് പുനരധിവാസ നടപടികൾക്ക് ഇനി വേഗം കൂട്ടാം. മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ല. ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് പലപ്പോഴും പ്രതിസന്ധിയായത് എസ്റ്റേറ്റ് ഉടമകളുടെ നിലപാടുകളായിരുന്നു. ഹൈക്കോടതി ഉത്തരവോടെ സർക്കാരിന് മുന്നിൽ പ്രതിസന്ധികൾ അകലുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നഷ്ടപരിഹാര തുക 26 കോടി രൂപ സർക്കാർ ഉടൻ കെട്ടിവെക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാര തുക സ്വീകരിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശവും നൽകി. ഇത് കെട്ടിവെക്കുന്നതോടെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയുടെ കൈവശാവകാശം സർക്കാരിന് ലഭിക്കും. പുനരധിവാസ പദ്ധതിയുടെ ഉദ്ഘാടന നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുനരധിവാസ പദ്ധതി സമയബന്ധിതമായി തീർപ്പാക്കണമെന്നും വ്യക്തമാക്കി. മുന്നിൽ തടസ്സങ്ങളില്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ പൂർത്തിയാക്കി പുനരധിവാസം വേഗത്തിലാക്കണമെന്നാണ് ദുരന്തബാധിതരുടെ ആവശ്യം. സർക്കാർ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും സന്തോഷകരമായിട്ടുള്ളൊരു മറുപടിയാണ് ഹൈക്കോടതി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് സർക്കാർ ഇതായിട്ട് മുന്നോട്ട് പോയിട്ട് പിന്നെ പുനരധിവാസം 8 മാസം കഴിഞ്ഞ് മരിച്ച ആൾക്കാരുടെ ആണ്ടാവാനായി, വാർഷികമാവാനായി, അതിന് ഇത്ര കാലതാമസം തന്നെ ഒരുപാട് കഴിഞ്ഞുപോയി. സർക്കാർ 2 എസ്റ്റേറ്റും ഏറ്റെടുത്തുകൊണ്ട് തന്നെ പിന്നെ പറഞ്ഞ ആ ഒരു 10 സെൻറ്റ് എന്നുള്ളതിലേക്ക് ഇനി മാറാൻ പറ്റുമല്ലോ. കാരണം 2 എസ്റ്റേറ്റും എടുത്തതുകൊണ്ട് തന്നെ സ്ഥലം കിട്ടുമല്ലോ. അപ്പം അതിനനുസരിച്ച് 10 സെൻറ്റ് തന്നെ നമുക്ക് പുനരധിവാസം തരണം എന്നാണ് പറയുന്നത്. ഈ മാസം 27-നാണ് മുഖ്യമന്ത്രി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിന് തറക്കല്ലിടുന്നത്. അതേസമയം മുണ്ടക്കയിൽ നിന്നുള്ള 17 പേരെയും റാട്ടപ്പാടിയിലെ കുടുംബങ്ങളെയും പടവെട്ടിക്കുന്ന വില്ലേജ് റോഡ് പ്രദേശവാസികളെയും പട്ടികയിൽ പരിഗണിക്കണമെന്നും ആവശ്യം ഇപ്പോഴും ഉയരുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിന് പുറമെ നെടുമ്പാല എസ്റ്റേറ്റിന്റെ കാര്യത്തിലും വ്യക്തത വന്നതോടെ 10 സെന്റിൽ തന്നെ പുനരധിവാസം വേണമെന്ന ആവശ്യമാണ് ദുരന്തബാധിതർ ഉന്നയിക്കുന്നത്. ഇതോടൊപ്പം മാനദണ്ഡത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട കുടുംബങ്ങളെയും ലിസ്റ്റിൽ പരിഗണിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഈ തടസ്സങ്ങൾ നീങ്ങിയ സാഹചര്യത്തിൽ പുനരധിവാസം എത്രയും പെട്ടെന്നുണ്ടാകണം എന്നാണ് ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നത്. ഒപ്പം പട്ടികയിൽ ഇല്ലാതിരുന്ന റാട്ടപ്പാടി, പടവട്ടിക്കുന്ന് പ്രദേശങ്ങളിലെ ദുരന്തബാധിതരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അവരുടെ ആവശ്യമുണ്ട്. നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം.
ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 2 എസ്റ്റേറ്റ് ഏറ്റെടുത്തിട്ട് അനുയോജ്യമായ ആൾക്കാർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുനരധിവാസം നടത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും വൃത്തിയായി. കാരണം മേപ്പാടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, കൽപ്പറ്റ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം തൊഴിലുമായി ബന്ധപ്പെട്ട് മേപ്പാടി പുനരധിവാസം നടത്തി കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള ആൾക്കാരുണ്ട്. മുണ്ടക്കൈ ചൂരമല ദുരന്തബാധിതർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് ഹൈക്കോടതി തന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഒരു സന്തോഷം തരുന്നൊരു വാർത്തയാണ്. അപ്പോൾ ഇതായിട്ട് സർക്കാരിന് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഈ ഫോം കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള പ്രതീക്ഷ. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് സർക്കാർ എന്ത് ചെയ്യുക, ഒന്നും നോക്കാതെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ ഇതായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളാഗ്രഹം. കുറച്ചൊരു ആശങ്കയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങൾക്ക് പല ചാനലും കൊടുത്തിട്ടുള്ള അവരെപ്പോഴും ആശങ്കയിൽ തന്നെയാണ്. ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഒരു 17 കുടുംബത്തിന്, പിന്നെ അവിടെ പാടികളും പലവട്ടി അങ്ങനെ കുറച്ച് കേസുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ആ 17 കുടുംബം. അപ്പോൾ അവരെയും കൂടി പെട്ടെന്ന് ഇതിൽ ഉൾപ്പെടുത്തിയും കൊണ്ട് പിന്നെ ഈ ഇതിന് മുമ്പായിട്ട് തന്നെ തറക്കലിന് മുമ്പായിട്ട് തന്നെ ഒരു ലിസ്റ്റ് കൂടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആശങ്കകളൊക്കെ തീർന്ന് എല്ലാവരും സന്തോഷത്തിലാവുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ഈ ലഹരി സംഘങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ അറിയിക്കുന്ന സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സർക്കാർ സുരക്ഷ ഉറപ്പാക്കണം എന്ന് അബ്രഹാം തോമസ് പറയുന്നുണ്ട്. അത് നേരത്തെ തന്നെ ഒരു നമ്പർ സർക്കാർ പരസ്യപ്പെടുത്തിയിരുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഒരു നമ്പറാണ്. ആ നമ്പറിൽ വിളിച്ച് ഈ വിവരം അറിയിക്കുന്നവരുടെ വിവരങ്ങളൊന്നും പുറത്തു പറയില്ല. അതത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ആ ഇൻഫർമേഷൻ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരം വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കും. തന്നെയുമല്ല, അവരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തില്ല എന്ന് ഉറപ്പ് പോലീസ് തന്നെ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഈ വിവരം നൽകുന്നവർക്കുണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ലഹരിക്കെതിരെ യുദ്ധമാണ്. അത് ബോധവൽക്കരണവും പ്രതിജ്ഞയെടുക്കലും മാത്രമല്ല വേണ്ടത്, അവരെ മറ്റു തരത്തിൽ കൂടി കൈകാര്യം ചെയ്യണം എന്ന് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നുണ്ട്. ബോധവൽക്കരണത്തോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റും ഉണ്ട് എന്നത് സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടക്കും, അതിനോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് തന്നെ ഈ നടപടിയും ഉണ്ടാകുമെന്നാണ് എക്സൈസ് വകുപ്പും പോലീസും അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലും ആ നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ലഹരിക്കെതിരെ കടുത്ത നടപടികളിലേക്ക് തന്നെ കടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. അതും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ലഹരിയുമായി പിടിക്കുന്നവരെ എത്ര അളവ് പറഞ്ഞാലും 2 മാസമെങ്കിലും ഡി അഡിക്ഷൻ സെൻറ്ററിൽ അയക്കണം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പലരും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നൽകുന്നുണ്ട്. വളരെ ഗൗരവത്തിലുള്ള ചർച്ച പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഇടയിൽ ഈ ലഹരി വിഷയത്തിലുണ്ട് എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ പൈപ്പ് പൊട്ടൽ പതിവാകുകയാണ്. പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് നിരവധി കുടുംബങ്ങൾ. ഇന്ന് ചേവരമ്പലത്ത് പൈപ്പ് പൊട്ടിയതോടെ റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. റോഡ് തകർന്നത് മാത്രമല്ല, പൊട്ടിയ പൈപ്പിൽ നിന്ന് വന്ന വെള്ളം കടകളിൽ കയറിയതും വലിയ നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാവുകയാണ്. ഏറ്റവും ഒടുവിൽ ചേവരമ്പലത്താണ് പൈപ്പ് പൊട്ടിയത്. ഇതേ തുടർന്ന് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു. ചേവായൂരിൽ നിന്ന് മലാപ്പറമ്പിലേക്കുള്ള ഗോൾഫ് ലിങ്ക് റോഡിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. റോഡിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും റോഡിന്റെ ഇരുവശങ്ങളിലും 100 മീറ്ററോളം തകരുകയും ചെയ്തു. കടകൾ, ആരാധനാലയം, ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിൽ വെള്ളം കയറിയതും നാശനഷ്ടത്തിന് ഇടയാക്കി. ഇവിടുന്ന് ഒരു ഭയങ്കര ശബ്ദത്തോടുകൂടി പൈപ്പ് പൊട്ടുകയും ഇവിടെ കടകളിൽ, പള്ളിയിൽ, CPM-ന്റെ പാർട്ടി ഓഫീസിലൊക്കെ വെള്ളം കയറി. കടകളിലൊക്കെ ഇപ്പോൾ ഞാനൊരു കട നടത്തുന്നതാണ്. കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു, പിന്നെ പുഴ പോലെ ഒഴുകുമായിരുന്നു. ബൈപ്പാസിൽ മലാപ്പറമ്പ് ജംഗ്ഷനിൽ റോഡ് പണി നടക്കുന്നതിനാലാണ് പൈപ്പ് ഇടയ്ക്കിടെ പൊട്ടുന്നത്. കഴിഞ്ഞ ദിവസവും പൈപ്പ് പൊട്ടിയതോടെ മലാപ്പറമ്പ് മുതൽ എരഞ്ഞിപ്പാലം വരെയുള്ള ഭാഗങ്ങളിലെ വീടുകളിൽ കുടിവെള്ള വിതരണം നിലച്ചിരുന്നു. ഇതോടെ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്നവർ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൊടുംവേനലിൽ കുടിവെള്ളം ലഭിക്കാതെ വലയുകയാണ് അനേകം കുടുംബങ്ങൾ. ഈ വേളയിലാണ് പൈപ്പ് പൊട്ടുന്നതും വെള്ളം പാഴാകുന്നതും. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ അനിവാര്യം. രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇങ്ങനെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ പൈപ്പ് പൊട്ടൽ ആ മേഖലയിൽ ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ചില പ്രതികരണങ്ങൾ കൂടി നോക്കാം. പിന്നെ 1 മണിക്കൂർ നേരം ജനങ്ങൾക്ക് ആകെ ഒരു പ്രയാസം നേരിട്ടുണ്ട്. കാരണം പുഴ പോലെ വരുന്ന ഒരു വെള്ളം നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാതെ ആകെ ഒരു ആശങ്കാകുലരായി തീർന്നിട്ടുണ്ട് ജനങ്ങൾ. റോഡ് ഏകദേശം ഈ ഭാഗങ്ങളൊക്കെ തന്നെ 2 ഭാഗത്ത് വിള്ളലൊക്കെ രൂപപ്പെട്ടു. ഇവിടെ ഒരു ഗർത്തം, ഒരു കിണർ പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. അത് എത്രത്തോളം അതിൻ്റെ ആഘാതം ഉണ്ട് എന്നുള്ള അവർ വന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയുള്ളൂ. കൂടുതൽ ഫോഴ്സ് ആയിട്ടാണ് തോന്നുന്നത്. അത് കുറേ വർഷമായി, ഇത്ര വർഷം ഓർമ്മയില്ല, കുറേ വർഷത്തെ പഴക്കമുണ്ട്. മലാപ്പറമ്പ് ഭാഗത്ത് പല വർക്കും നടക്കുന്നുണ്ട്. ജപ്പാൻ്റെ പദ്ധതിയായിട്ട് എന്ത് വർക്കാന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു യൂട്യൂബുമായിട്ടുള്ള ഇങ്ങനെ ആകൃതിയിലൊരു സ്ഥലമാണ് ചേവരമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ ഈ ആകൃതി അതുകൊണ്ട് ഇവിടെ പ്രഷർ വന്ന് പൊട്ടിയതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഭാഗം ഈ ഡ്രെയിനേജ് കംപ്ലീറ്റ് ബ്ലോക്കായിട്ടുണ്ടാവും. ഈ ഡ്രെയിനേജിൽ കംപ്ലീറ്റ് ഈ മണ്ണ് ഫുള്ള് ഈ ഡ്രെയിനേജിൽ കയറിയിട്ടുണ്ടാവും. അങ്ങനെ ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഇനി റോഡിൽ കൂടി ഇല്ല കടകളിലൊക്കെ പരന്നൊഴുകുക. ഇപ്പോൾ രവികുമാർ PB അദ്ദേഹം അറിയിക്കുന്നുണ്ട്, ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നവരെ പറ്റി അറിയിച്ചിട്ടും വേണ്ടപ്പെട്ടവർ നടപടി എടുക്കുന്നില്ല, കച്ചവടം തകൃതിയായി നടക്കുന്നു എന്നാണ് പറയുന്നത്. എവിടെയാണ് സ്ഥലമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടില്ല. ആ സ്ഥലം അറിയിക്കുകയാണെങ്കിൽ അതുകൂടി മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടേതായ തരത്തിലൊരു ഇടപെടൽ നടത്തുന്നതിൻ്റെ സാധ്യതയെപ്പറ്റി നമുക്ക് പരിശോധിക്കാമായിരുന്നു. അപ്പോൾ അത് എവിടെയാണ് രവികുമാർ സൂചിപ്പിച്ചത് എവിടെയാണെന്ന് നമുക്കറിയില്ല. അത് അദ്ദേഹം അറിയിക്കുകയാണെങ്കിൽ ആ മട്ടിൽ നമുക്ക് പരിശോധിക്കാമായിരുന്നു. ഈ പൈപ്പ് പൊട്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയും ധാരാളം പ്രേക്ഷകർ അവരുടെ വിവരങ്ങൾ ആ നാട്ടിലെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകാൻ ആ പ്രദേശത്ത് ഒരു ഇടപെടൽ വേണ്ടി വരുമെന്നാണ് എല്ലാവരും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ അശ്രദ്ധമായി ഇടാതെ പെട്ടെന്നൊരു ഈ പ്രശ്നം അശ്രദ്ധമായി കൈകാര്യം പൈപ്പ് സ്ഥാപിക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ വേണ്ടത്ര ജാഗ്രത ഉണ്ടാകണമെന്നതാണ് ഇപ്പോൾ വസന്തകുമാരി പറയുകയായിരുന്നു. അക്കാര്യം സൂചിപ്പിക്കുകയാണ്. വെള്ളം വിലപ്പെട്ടതാണ്, ഈ സമയത്ത് കടുത്ത വേനലാണ്, ആ സമയത്ത് അത് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുകയാണ്. അപ്പോൾ ഈ വാർത്തയിലും ഈ റിപ്പോർട്ടിലും ധാരാളം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സജീവമായ ചർച്ച നടക്കട്ടെ. നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. വാഴക്കുളം പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കൽ 12ാം തവണയും പരാജയപ്പെട്ടു. നടപടികൾ പൂർത്തിയാക്കാനാകാതെ അഭിഭാഷക കമ്മീഷൻ വീണ്ടും മടങ്ങി. പ്രദേശത്തെ കുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് നടപടികൾ പൂർത്തിയാക്കാനാകാതെ കമ്മീഷന് മടങ്ങേണ്ടി വന്നത്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് സഹകരിച്ചില്ല എന്ന് കമ്മീഷൻ പറഞ്ഞു. കുടിയൊഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. പരിയത്തുകാവിൽ 60 വർഷമായി താമസിക്കുന്ന 8 കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ കോടതി ഉത്തരവുമായി 12ാം വട്ടമാണ് അഭിഭാഷക കമ്മീഷൻ എത്തിയത്. മുൻപ് 11 വട്ടവും പരാജയപ്പെട്ട ശ്രമം വിജയിപ്പിക്കാൻ കനത്ത പോലീസ് കാവലിലായിരുന്നു കമ്മീഷൻ ജയപാലിന്റെയും സംഘത്തിന്റെയും വരവ്. എന്നാൽ 12ാം വട്ടവും പ്രതിഷേധ ചൂടറിഞ്ഞ് കമ്മീഷനും പോലീസും മടങ്ങി. കുടിയൊഴിപ്പിക്കലിന് പോലീസ് സഹായിച്ചില്ലെന്നാണ് കമ്മീഷന്റെ ആരോപണം. കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് കമ്മീഷൻ പറഞ്ഞു. പോലീസ് തടസ്സക്കാരെ മാറ്റി തന്നില്ല. കമ്മീഷണർക്കും ആമീനും അകത്ത് കിടക്കാൻ പ്രവേശിക്കാൻ സാധിച്ചില്ല. കോടതി നടപടിയാവും. പോലീസിനെതിരെ നടപടി വരും. എല്ലാവർക്കും നോട്ടീസ് കൊടുത്തേക്കണം. നോട്ടീസ് എല്ലാവർക്കും കൊടുത്തേക്കണതാ. എല്ലാവർക്കും നോട്ടീസ് കൊടുത്തേക്കണം. അത് അറിയില്ല, അതൊക്കെ കോടതിയുടെ കാര്യമാണ്. നോട്ടീസ് എല്ലാവർക്കും കൊടുത്തേക്കണം. അഭിഭാഷക കമ്മീഷൻ നിയമം ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ചട്ടപ്രകാരം നോട്ടീസ് നൽകാതെയുള്ള നടപടി അംഗീകരിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഒറ്റയാൾക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല. പെരിയാർ വാലിയുടെ കത്ത് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. പെരിയാർ വാലിയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഞങ്ങൾക്ക് നോട്ടീസ് തന്നിട്ടില്ലെന്നും ഞങ്ങൾ ഇതിന്റെ വടക്കേതിൽ പങ്കിടുന്ന ആളുകളാണെന്നും പറഞ്ഞ് പെരിയാർ വാലി ഈ കമ്മീഷൻ കത്ത് കൊടുത്തിട്ടുണ്ട്. നിയമം ഞങ്ങൾ പാലിക്കില്ലെന്ന് പറയുന്നില്ല. പക്ഷേ അഭിഭാഷക കമ്മീഷൻ ഇവിടെ കാണിക്കുന്നത് തികച്ചും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. അതേസമയം ഹൈക്കോടതി ഉത്തരവിനെതിരായി പരിയത്തുകാവിലെ പ്രദേശവാസികൾ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. കാളിക്കുട്ടിയമ്മ, തങ്കമ്മ രാജു എന്നിവർ നൽകിയ അപ്പീലാണ് ജസ്റ്റിസ് SNV ഭട്ട്, പങ്കജ് മിത്താൽ എന്നിവരുടെ ബെഞ്ച് തള്ളിയത്. പാരിയത്തുകാരെ ഒഴിപ്പിക്കാനെത്തിയ അഭിഭാഷക കമ്മീഷൻ ഒരു വട്ടം കൂടി മടങ്ങിപ്പോയിരിക്കുകയാണ്. എത്ര കാലം സമരം ചെയ്യേണ്ടി വന്നാലും ജനിച്ചു വളർന്ന നാടും സ്വന്തം വീടും വിട്ട് പുറത്തേക്കില്ല എന്ന് തന്നെയാണ് പാരിയത്തുകാരുടെ തീരുമാനം. ക്യാമറാമാൻ മാഹിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. 6 പതിറ്റാണ്ടായി ഇവിടെ കഴിയുന്ന തങ്ങളെ കുടിയൊഴിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധക്കാരുടെ നിലപാട്. ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഈ വർഷം പിറന്നിട്ട് ഒരു 3 മാസം ആയിട്ടില്ല. അതിന് തന്നെ 9 പ്രാവശ്യം ഇവർ വരുന്നത്. നമ്മൾ പല ആൾക്കാർ ചോദിച്ചപ്പോൾ മാക്സിമം മാസത്തിലേക്ക് 1 പ്രാവശ്യമൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞു. ഇവർക്ക് എങ്ങനെയും നമ്മൾ ഒഴിവാക്കുക എന്നൊരു ചിന്തയെ മാത്രമാണ് നടക്കുന്നത്. ശരിക്കും സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യാറാൻ തന്നെയാണ് അവർ ചിന്ത നോക്കിയിരിക്കുന്നത്. ഞങ്ങളെ എവിടെ ഇറങ്ങിപ്പോനാ? ഞങ്ങളിറങ്ങി പോകുന്നില്ല. ഇത് സ്വന്തം പുറമ്പോക്ക് സ്ഥലം. അത് അവർക്ക് ആധാരം ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. അവർക്കുണ്ടെന്ന് ഞങ്ങളറിയണ്ടേ? ഞങ്ങളല്ലേ ഇവിടെ കിടക്കുന്നത്, ഞങ്ങളല്ലേ കേസ് കൊടുത്തേക്കുന്നത്, ഞങ്ങളല്ലേ അറിയണ്ട. അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളാലാന്ന് ഞങ്ങൾ വിട്ടുകൊടുക്കുക.
ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോയാൽ ആൾ ഇവിടെ തന്നെ കിടക്കും. അവരിഞ്ഞ് ഒരിക്കലും വരാൻ വേണ്ട, വന്നിട്ട് വിജയിക്കല്ല, വെറുതെ വരേ വേണ്ട. വളഞ്ഞ വഴിയിലൂടെ അതിൻ്റെ ഉടമസ്ഥാവകാശം ചില ആൾക്കാർ നേടി അത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ഓർഡർ വന്നത്. ഇവിടുത്തെ 19.98 ഏക്കർ കളക്ടർ പറഞ്ഞ വരെ അളക്കാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടതല്ല. ആ നിശ്ചയദാർഢ്യത്തിലാണ് ഞങ്ങൾ സമരത്തിൽ നിൽക്കുന്നത്. എന്തൊക്കെ വന്നാലും ശരി, ഞങ്ങൾ ഈ നിയമത്തിൽ കൂടെ പോയി ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാതിരിക്കുന്നുള്ള എല്ലാ നടപടികളും ചെയ്യും. ആശാ വർക്കർമാരുടെ സമരം ഓരോ ദിവസം ചെല്ലുമ്പോഴും കൂടുതൽ ശക്തമാവുകയാണ്. സമരത്തിന്റെ 43-ാം ദിവസം, നിരാഹാര സമരത്തിന്റെ 5-ാം ദിവസം ആശമാർ സംസ്ഥാനതല കൂട്ട ഉപവാസം നടത്തി. ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് സമരക്കാർ. അതേസമയം സമരപ്പന്തലിൽ നിന്നും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കുറവുണ്ടായില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇന്ന് 43-ാം ദിവസം. 5 ദിവസമായി തുടരുന്ന നിരാഹാര സമരം. സംസ്ഥാനത്തുടനീളമുള്ള ആശമാർ ഇന്ന് കൂട്ട ഉപവാസമിരുന്നു. എന്നിട്ടും പരിഹാരം മാത്രം അകലെ. നിരാഹാരത്തിന്റെ 5-ാം ദിവസവും ആശമാരുടെ വാക്കുകൾക്ക് ഇടർച്ചയില്ല. രാപ്പകൽ സമരത്തിന്റെ 43-ാം ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കലും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും ആശമാർ കൂട്ട ഉപവാസമിരുന്നു. നമുക്കും ജപ്തിയുടെ വക്കിലാണ്. ഭർത്താവ് സുഖമില്ല, നടു തേയ്മാനമായിട്ടാണ്, ജോലിക്ക് പോകാൻ പറ്റില്ല. ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ഞങ്ങളെ കൂട്ടത്തിൽ വിധവകളുണ്ട്, പഠിക്കണ പിള്ളേരുള്ള അമ്മമാരുണ്ട്. മുന്നോട്ട് ഇതേ സമരമായിട്ട് തന്നെ മുന്നോട്ടാണ്. നമ്മളത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനിടെ സമരത്തെ പരിഹസിച്ച് INTUC സ്വന്തം മുഖമാസികയിൽ ലേഖനമെഴുതി. രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും സമരത്തെ വിറ്റ് കാശാക്കുകയാണെന്നും സമരകേന്ദ്രം സെൽഫി പോയിന്റ് മാത്രമാണെന്നും KPCC നയരൂപീകരണ യൂത്ത് കൺവീനറായ അനൂപ് മോഹൻ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. പ്രതിപക്ഷം ഒന്നടങ്കം സമരത്തെ പിന്തുണയ്ക്കുമ്പോഴുള്ള INTUCയുടെ വിരുദ്ധ നിലപാടിനോട് കടുത്ത ഭാഷയിലായിരുന്നു MM ഹസൻ പ്രതികരിച്ചത്. തൊഴിലാളി സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ നടത്തുന്നത് കരിങ്കാലിപ്പണികൾ. ഗവൺമെന്റിന് വേണ്ടി CITUകാർ കരിങ്കാലിപ്പണി നടത്തുമ്പോൾ INTUCക്ക് അങ്ങനെയുള്ളതൊന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനയാണെങ്കിൽ KPCCയും UDFും ഈ സമരത്തിന് പൂർണ്ണ പിന്തുണയാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തിയ BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടി എല്ലാം സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ കെട്ടിവെച്ചു തടിതപ്പി. കേന്ദ്ര പദ്ധതികളുടെ പേര് വയ്ക്കാത്തതാണ് ഫണ്ട് നൽകാത്തതിന് കാരണമെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനമാണ് ഇതിൽ മുഖ്യമായ ഇടപെടലും മുഖ്യമായ തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ കണ്ടു, സിക്കിമിൽ ഇവരെ തൊഴിലാളികളായി അംഗീകരിച്ചിരിക്കുന്നു. കർണാടകത്തിൽ ഇവരുടെ ഓണറേറിയം 10,000 വർദ്ധിപ്പിച്ചിരിക്കുന്നു. സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെൻറ് വിഷയം തന്നെയാണ്. എന്നിരുന്നാലും കേന്ദ്ര ഗവൺമെൻറ് ആരോഗ്യ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട്, കേന്ദ്ര ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് എല്ലാ സപ്പോർട്ടും കൊടുക്കും. അതിനിടെ ആശമാർ ക്ഷണിച്ചിട്ടാണ് സമരപ്പന്തലിലെത്തിയതെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന സമരസമിതി നേതാക്കൾ തന്നെ ശരിവച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ഷണിക്കുന്ന കൂട്ടത്തിലാണ് സുരേഷ് ഗോപിയെയും ക്ഷണിച്ചതെന്നാണ് വിശദീകരണം. ഞങ്ങൾ ഈ സമരം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ സമരപ്പന്തലിലുള്ള ആളുകൾ, ആശാ വർക്കർമാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഓരോ ആശാ വർക്കർമാരും അവരവരെ കാണാൻ പറ്റുന്ന നേതാക്കളെ പോയി കാണുകയും സമരപ്പന്തലിൽ ക്ഷണിക്കുകയും ഈ സമരത്തോടൊപ്പം നിൽക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി ചില ആശാ വർക്കർമാർ അവർ തന്നെ എഴുതി തയ്യാറാക്കിയൊരു നിവേദനം, നമ്മളുടെ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് ഒരു എഴുതി തയ്യാറാക്കിയൊരു നിവേദനവുമായി സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അവരെ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ 1.5 മാസക്കാലമായി പറയുന്നത് മാത്രമേ പറയാനുള്ളൂ. ഈ സ്ത്രീകളെ ഇങ്ങനെ തെരുവിലിരുത്തരുത്. ഇവരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം വേണം. ടീം 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അതിനിടെ ആശാ വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രിക്ക് കത്തെഴുതിയിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. EPF നിയമം, ESI നിയമം തുടങ്ങിയ നിയമങ്ങൾക്ക് കീഴിലുള്ള മറ്റ് അവകാശങ്ങൾ ലഭിക്കണം എന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിലേക്ക് കത്തയച്ചിരിക്കുന്നത്. അഞ്ജന പറയുന്നു, എത്ര നാളായി ഈ സമരം തുടങ്ങിയിട്ട്, എന്തുകൊണ്ടാണ് ഇവരുടെ കാര്യത്തിൽ ഒരു നടപടി എടുക്കാത്തത്? കഷ്ടം തന്നെയാണ് ജീവിക്കാൻ, അവരുടെ ആവശ്യം ന്യായമാണ്, അത് എന്തുകൊണ്ട് അതിൽ ചർച്ച നടക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായും ഈ വിഷയത്തിൽ നേരത്തെ ചർച്ചകളൊക്കെ നടന്നതാണ്. പക്ഷേ കുറെ കൂടി ഫലപ്രദമായ ചർച്ച സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നിപ്പോൾ പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ. ഇതിൽ കൂടുതൽ ചർച്ചകൾ നടക്കും എന്ന് നമുക്ക് കരുതാം. സമരം ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ലല്ലോ.
മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ചെറുവണ്ണൂരിൽ യുവതി തന്റെ മുൻ ഭർത്താവിൽ നിന്ന് ആസിഡ് ആക്രമണത്തിനിരയായത്. ഇപ്പോൾ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ആക്രമണം നേരിട്ട പ്രവിശ്യയുടെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. ആസിഡ് ആക്രമണം നടത്തിയ പ്രവിശ്യയുടെ മുൻ ഭർത്താവ് പ്രശാന്തിനെതിരെ ബാലുശ്ശേരി പോലീസിൽ 8 തവണ പരാതി നൽകിയിട്ടും പ്രശാന്തിനെ ഉപദേശിക്കുക മാത്രമാണ് പോലീസ് ചെയ്തത് എന്നാണ് ആരോപണം. മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ പ്രശാന്ത് ശ്രമിച്ചുവെന്നും പ്രവിശ്യയുടെ ചിത്രം മോർഫ് ചെയ്ത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഇദ്ദേഹം അയച്ചു നൽകിയെന്നും മാതാവ് സ്മിത ആരോപിക്കുന്നു. ബാലുശ്ശേരി പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവതിയും ഒപ്പം തന്നെ കുടുംബവും ഉന്നയിക്കുന്നത്. പലതവണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും പോലീസ് വേണ്ട വിധത്തിൽ ഈ കേസ് കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. 13 വർഷം മുൻപാണ് പ്രവിശ്യയും പ്രശാന്തും വിവാഹിതരാകുന്നത്. പിന്നീടാണ് പ്രശാന്ത് ലഹരിക്കടിമയാണെന്ന് മനസ്സിലായത്. 7 വർഷം മുൻപ് ഇരുവരുടെയും മൂത്ത മകനെ പ്രശാന്ത് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തീ കൊളുത്താനുള്ള ശ്രമം തടഞ്ഞതിനാൽ മകനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. 8 തവണ ബാലുശ്ശേരി പോലീസിൽ പരാതിയുമായി എത്തിയെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ലെന്ന് പ്രവിശ്യയുടെ മാതാവ്. പോലീസിലൊക്കെ എത്രയോ പരാതി കൊടുത്ത ബാലുശ്ശേരി സ്റ്റേഷനിലാണ്. ഞങ്ങളെ പരാതികൾ ഒരു 5-8 പരാതികൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്നേരം ഞങ്ങൾ പോയി പരാതി കൊടുക്കൂ, ഓനെ പിടിക്കൂ, ഞാളിങ് ഇറങ്ങുന്നേരം ഓനെയും ഇറക്കും. പിന്നെ അതിനെപ്പറ്റി വേറെ ഒന്നുമില്ല. 5-8 പ്രാവശ്യം കേസ് കൊടുത്തിട്ടും വാണിങ്ങി വിട്ട് അവനെ വിടുകയാണ് അവർ ചെയ്യുന്നത്. 7 വർഷം മുൻപ് പ്രവിശ്യയുടെ മകനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ പ്രശാന്ത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകിയതാണ്. പിന്നീടും സമാനമായി നിരവധി പരാതികൾ കുടുംബം പോലീസിൽ നൽകി. പക്ഷേ പോലീസ് ഈ പരാതികളൊന്നും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല. മോർഫ് ചെയ്ത അശ്ലീല വീഡിയോകൾ പലതവണ പ്രവിശ്യക്കയച്ച് ഭീഷണിപ്പെടുത്തി. വിവാഹബന്ധം വേർപ്പെടുത്തിയെങ്കിലും ഒന്നിച്ച് ജീവിക്കണമെന്നതായിരുന്നു ആവശ്യം. 2 ദിവസം മുൻപും പ്രവിശ്യയെ പിന്തുടർന്നെത്തി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഓളെ മുഖം വെച്ചിട്ട് മറ്റുള്ള ഓരോ രൂപങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അത് ഓളെ ഫോണിലേക്കല്ല വേറൊരുത്തരുടെ ഫോണിലൊക്കെ കണ്ടിട്ട് ഓളോട് ഇങ്ങനെ പറയും, ഇതിനെപ്പറ്റി ഇങ്ങനെ പല വീഡിയോ വരുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലേ, അവരോട് എന്ത് ചെയ്യാനാ. അന്നേരം ഓൾ ഒരിക്കലും പോയിട്ട് പരാതി കൊടുത്തിരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബേൺ ICUവിൽ ചികിത്സയിലാണ് പ്രവിശ്യ. അപകടനില തരണം ചെയ്തു എന്നത് ആശ്വാസകരമാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രശാന്ത് ലഹരിക്കടിമയാണ്, കൂടാതെ അക്രമകാരിയും. ഇരുവരും വിവാഹമോചനം നേടിയതാണ്. എന്നിട്ടും കൂടെ താമസിക്കാൻ പോകണം എന്നുള്ളതാണ് പ്രതിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്കാണ് ആസിഡ് ആക്രമണത്തിൽ വൻ ദുരന്തം ഒഴിവായത്. വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ആവശ്യം. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ബാലുശ്ശേരി പോലീസിന് 8 തവണ ഈ പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകിയ ഓരോ തവണയും പ്രശാന്ത് എന്ന് പറയുന്ന ഈ ആരോപണ വിധേയനെ പോലീസ് വിളിച്ചു വരുത്തി ഉപദേശിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മടക്കി അയക്കുകയാണ് ചെയ്തത്. ഒരു തവണയെങ്കിലും കോടതിയിൽ ഹാജരാക്കാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നതിലടക്കമുള്ള നടപടിയിലേക്ക് പോകാനോ എന്തുകൊണ്ട് പോലീസ് തയ്യാറായില്ല എന്ന വളരെ ഗൗരവമുള്ള ചോദ്യമാണ് ആ കുടുംബം ചോദിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത ഇപ്പോൾ വരുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ ലിഫ്റ്റിൽ കുടുങ്ങി. 3 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 പേരാണ് ഏതാണ്ട് 50 മിനിറ്റോളം ലിഫ്റ്റിൽ കുടുങ്ങിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, ഇവരെ സുരക്ഷിതരായി പുറത്തെത്തിച്ചോ? വിജയകുമാർ, ഇവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊരു 50 മിനിറ്റോളം എടുത്തു എന്നതാണ് നമുക്ക് യാത്രക്കാരിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 3:15 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലെ ലിഫ്റ്റിൽ യാത്രക്കാർ കയറിയത്. ഇവർ 3:40 വന്ദേ ഭാരത് ട്രെയിനിന് എറണാകുളം ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പോകേണ്ട യാത്രക്കാരായിരുന്നു. 5 യാത്രക്കാരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. ഈ 3ാം പ്ലാറ്റ്ഫോമിലെ ലിഫ്റ്റിൽ ഇവർ കയറി. അത് പെട്ടെന്ന് തന്നെ ഇത് മൂവായ സമയത്ത് ഈ ലിഫ്റ്റ് ഓഫായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ വിവരമറിഞ്ഞ് ഈ റെയിൽവേയുടെ തന്നെ ടെക്നീഷ്യന്മാരൊക്കെ അവിടെ എത്തി. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50 മിനിറ്റ് സമയമെടുത്തു ഇതിന്റെ തകരാറ് പരിഹരിക്കാൻ.
ഇതിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയും അതോടൊപ്പം തന്നെ മറ്റ് സ്ത്രീകൾ ഉൾപ്പെടെ പ്രായമായ ആൾക്കാർ ഉൾപ്പെടെ ആണ് യാത്രക്കാർ ഉണ്ടായിരുന്നത്. അതിനുശേഷം പക്ഷെ അവർക്ക് വന്ദേ ഭാരത് ട്രെയിൻ യാത്ര ചെയ്യാൻ സാധിച്ചില്ല. 10 മിനിറ്റോളം ആ ട്രെയിൻ അവിടെ പിടിച്ചിട്ടു. പക്ഷേ ആ സമയം കൊണ്ട് തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. 50 മിനിറ്റ് എടുത്തു തകരാർ പരിഹരിക്കാൻ. എന്തായാലും യാത്രക്കാർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ 3 വയസ്സുള്ള കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ വലിയ ആശങ്കയോടെയാണ് അത് കണ്ടതെന്ന് നമ്മോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം ആ തകരാർ പരിഹരിച്ചവർക്ക് സുരക്ഷിതമായി അവരെ പുറത്തിറക്കാൻ സാധിച്ചു. പക്ഷേ 50 മിനിറ്റ് അത് എടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. 3 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 പേര് 50 മിനിറ്റാണ് ഒരു ലിഫ്റ്റിൽ കുടുങ്ങിയത്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തെ പ്രതിസന്ധി അവർ നേരിട്ടിട്ടുണ്ട് ആ 50 മിനിറ്റ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന വാർത്ത. കോഴിക്കോട് വളയം പോലീസ് സ്റ്റേഷന് സമീപം സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വീട് നിർമ്മാണത്തിന് മണ്ണ് നീക്കുന്നതിനിടെയാണ് ഈ ബോംബുകൾ കണ്ടെത്തിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ്, പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? ഇത് നിർവീര്യമാക്കേണ്ടതാണല്ലോ ഉടൻ. അതിന്റെ നടപടികളിലേക്കൊക്കെ പോയോ? വിജയകുമാർ, ആദ്യഘട്ടത്തിൽ ഈ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയ സമയത്ത് അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ബോംബുകളാണോ എന്ന കാര്യത്തിൽ. കാരണം പോലീസ് സ്റ്റേഷന് പുറകുവശത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഈ മണ്ണ് എടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ 4 കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് പരിശോധനയ്ക്കായി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് പോലീസിന്റെ പരിശോധനയിൽ ഇത് ബോംബുകളാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിന്റെ തുടർ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. വളയം പോലീസ് സ്റ്റേഷന്റെ പിൻവശത്തെ പറമ്പിലാണ് ഈ വീട് നിർമ്മാണത്തിന് മണ്ണെടുക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള 4 ഈ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഇപ്പോൾ പോലീസ് ഈ പരിശോധന നടത്തിയതിന് ശേഷം പറയുന്ന ഒരു കാര്യം, ഇത് കുറച്ചധികം പഴക്കമുള്ള ബോംബുകളാണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് നിർവീര്യമാക്കും. മാത്രവുമല്ല, എങ്ങനെയാണ് ഈ ബോംബുകൾ ഇവിടെ എത്തിയത് എന്നത് സംബന്ധിച്ച് ഒരു സമഗ്രമായ അന്വേഷണവും നടത്തും. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ബോംബുകൾ ഇത് നിർവീര്യമാക്കേണ്ടതുണ്ട്. ഒപ്പം ഇത് എങ്ങനെ അവിടെ വന്നു, ആരവിടെ കൊണ്ടുവച്ചു എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ പോലീസ് ആ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വഴിയാത്രക്കാർക്ക് ഭീഷണിയായി എറണാകുളം വൈറ്റില ജംഗ്ഷനിൽ വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ക്രെയിൻ. 7 വർഷമായി വഴിയരികിൽ കിടക്കുന്ന ഈ ക്രെയിൻ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ്. ഒരു അപകടം സംഭവിക്കണോ, അധികൃതർക്ക് നടപടിയെടുക്കാൻ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊന്നാണ് വൈറ്റില ജംഗ്ഷൻ. ആ വൈറ്റില ജംഗ്ഷനിൽ ഒരു അപകടക്കെണിയുണ്ട്. ജനങ്ങളുടെ ജീവന് പോലും ആപത്ത് വരുത്താൻ കൽപ്പുള്ള ഒരു അപകടക്കെണി. മെട്രോ നിർമ്മാണത്തിന് കരാറെടുത്ത കമ്പനിയുടേതാണ് ക്രെയിൻ. കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിനായി 7 വർഷം മുൻപാണ് ഈ കൂറ്റൻ ക്രെയിൻ വൈറ്റിലയിൽ എത്തിച്ചത്. തർക്കങ്ങളെ തുടർന്ന് നിർമ്മാണ കരാറിൽ നിന്ന് കമ്പനി പിന്മാറി. കരാർ അവസാനിപ്പിച്ച് കമ്പനി വൈറ്റില വിട്ടത് ക്രെയിൻ ഉപേക്ഷിച്ചാണ്. മെട്രോന്റെ പണിക്ക് കൊണ്ടുവന്നാണ്, ഇതേവരെ മാറ്റിയിട്ടില്ല. അതൊരു ശാപമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. മെട്രോന്റെ പണി തുടങ്ങി ഇത് ദീപൊക്കെ കെട്ട ടൈപ്പിൽ കൊണ്ടുവന്നാണ്. വൈറ്റില ജംഗ്ഷനിൽ നിന്ന് ക്രെയിൻ മാറ്റണമെന്ന ആവശ്യവുമായി പലവട്ടം നാട്ടുകാർ കോർപ്പറേഷനെയും മെട്രോ അധികൃതരെയും സമീപിച്ചതാണ്. എന്നാൽ ഉത്തരവാദിത്വമേൽക്കാൻ ആരും തയ്യാറല്ല. ക്രെയിനുമായി ബന്ധപ്പെട്ട് കേസുണ്ടെന്നും അതിനാൽ മാറ്റാൻ കഴിയില്ലെന്നുമാണ് വിശദീകരണം. ഇത് അപകടം എന്ന് പറഞ്ഞപ്പോൾ ഹൈഡ്രോളിക്കുമാണ് നിൽക്കുന്നത്. ഹൈഡ്രോളിക്കിന്റെ അതിന്റെ ഓയില് പ്രഷർ കുറയുമ്പോൾ അത് കീഴ്പോട്ട് പോരാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ എത്ര നാളങ്ങനെ നിൽക്കുന്നു നമുക്കറിയാൻ പറ്റില്ല. അത് അപകടം തന്നെയാണ്. അടുത്തോടെ വല്ല വണ്ടികളോ ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോൾ വീഴണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് റോഡിലൊക്കെ നിൽക്കുന്നത്. അത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യാണ് ഇവിടുന്ന് നല്ലത്. കാടുകയറി തുരുമ്പ് പിടിച്ച് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴുമെന്ന സ്ഥിതിയിലാണ് ക്രെയിൻ. 50 അടി ഉയരത്തിൽ കുത്തനെ ഉയർത്തി നിർത്തിയിരിക്കുന്ന ക്രെയിനിന്റെ ഇരുമ്പ് ഭാഗം തകർന്നു വീണാൽ യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാകും. ഈ അപകടക്കെണിയെക്കുറിച്ച് അധികൃതർക്ക് അറിയാഞ്ഞിട്ടല്ല, അറിയിക്കാഞ്ഞിട്ടുമല്ല, പക്ഷേ നടപടിയില്ല. ഇതിനി ആരുടെ തലയിൽ വീണാലും ഉത്തരവാദികൾ ഭരണകൂടമായിരിക്കും. ക്യാമറ പേഴ്സൺ അനൂപ് നായർക്കൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.
എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായിട്ട് വേണോ നടപടി എടുക്കേണ്ടത് എന്ന നാട്ടുകാരുടെ ചോദ്യം ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. ഇടുക്കി ബൈസൺ വാലിയിൽ പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം ജനങ്ങൾ ദുരിതത്തിലായ ആ വാർത്തയിലേക്കാണ് ഇനി. പഞ്ചായത്ത് ശേഖരിച്ച മാലിന്യം വഴിയരികിൽ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നത് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതിയാണ് അവിടെ നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം വേനൽ മഴ പെയ്തപ്പോൾ ഈ മാലിന്യം തോട്ടിലെ വെള്ളത്തിൽ കലർന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഒരു നാടിനെ മാലിന്യമുക്തമാക്കി സൂക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കേണ്ടത് അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളാണ്. എന്നാൽ ബൈസൺ വാലിയിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ മാലിന്യം കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് പഞ്ചായത്ത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു പ്രദേശത്തെ ആളുകളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയാണ് ബൈസൺ വാലി പഞ്ചായത്ത് മാലിന്യങ്ങൾ വഴിയരികിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ മാലിന്യം ഉപ്പാർ തോട്ടിലേക്ക് ഒഴുകി. ഇതോടെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി വെള്ളമെടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി എന്ന് നാട്ടുകാർ പറയുന്നു. 150-ലധികം വീടുകളും അംഗൻവാടിയും ഉൾപ്പെടെയുള്ള പൊതുസ്ഥലത്താണ് യാതൊരു ശുചിത്വവും പാലിക്കാതെ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നത്. ബൈസൺ വാലിയിലുള്ള 14 വാർഡിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കാനുള്ള പദ്ധതിയാണ് പഞ്ചായത്ത് രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ ഈ നാട്ടിലുള്ള ജനങ്ങൾ ഞങ്ങളെല്ലാം ഒത്തൊരുമിച്ചോടുകൂടി ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും. ബൈസൺ വാലി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ശേഖരിച്ച മാലിന്യങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഈ നാട്ടിൽ വെള്ളക്ഷാമമുള്ള ഏരിയയാണ്. ഈ പ്രദേശത്ത് എട്ടൂർ, കുയിൽമല, ടീക്കമ്പനി ഇങ്ങനെ 3-4 പ്രദേശത്തിലുള്ള മൊത്തം ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു തോടാണ്. ആ തോടിനെയാണ് ഈ രീതിയിൽ മാലിന്യമുക്തമായിട്ട് ആക്കിയിട്ടേക്കുന്നത്. ഇതിൽ നിന്ന് പഞ്ചായത്ത് പിന്തിരിയണമെന്ന് ഞങ്ങൾ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതിനോട് ചേർന്ന് മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഉണ്ടായിരുന്നുവെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഇത് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വിഭാഗം ആളുകൾ തടഞ്ഞതോടെയാണ് മാലിന്യങ്ങൾ കുന്നുകൂടിയതെന്നാണ് പറയുന്നത്. മാലിന്യം അലക്ഷ്യമായി തള്ളിയതല്ലെന്നും MCFലേക്ക് ഇത് മാറ്റുമെന്നും പഞ്ചായത്ത് പറയുന്നുണ്ട്. മാലിന്യം മാറ്റാൻ 15 ദിവസത്തെ സമയമാണ് നാട്ടുകാർ പഞ്ചായത്തിന് കൊടുക്കുന്നത്. അതിനുള്ളിൽ മാറ്റിയില്ല എങ്കിൽ നാട്ടുകാർ തന്നെ മാലിന്യം വാരും. പക്ഷേ കൊണ്ടിടുക ബൈസൺ വാലി പഞ്ചായത്ത് ഓഫീസിലേക്കായിരിക്കുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഈ വിഷയത്തിൽ പഞ്ചായത്തിന് അവരുടെ വിശദീകരണമുണ്ട്, അവരുടെ വാദങ്ങൾ പറയാനുണ്ട്. പക്ഷേ കാരണങ്ങൾ പലതുണ്ടെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ മാലിന്യ കൂമ്പാരം, ഈ മാലിന്യ ശേഖരം ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതുകൊണ്ട് ചെറിയ കുട്ടികൾക്കും പരിസരവാസികൾക്കും എല്ലാം വളരെയധികം ദൂഷ്യമുണ്ട്. പല മാറാ രോഗങ്ങൾ ഇവരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്മ രോഗമുള്ളവരുണ്ട്. വേസ്റ്റ് കിടക്കുന്ന കണ്ടിട്ട് റിസോർട്ടുകാർ പോലും ഇവിടെ കൊണ്ട് വേസ്റ്റ് രായ്ക്കിരായിൽ തള്ളിയിട്ട് പോവുക. ഇത് മൊത്തം പട്ടി റോഡ് വഴിയെല്ലാം വലിച്ചു നിരത്തി ഹൈവേ എന്ന് ഓർക്കണം. വളരെ മാലിന്യം നിറഞ്ഞ ഒരു അവസ്ഥയാണ് ഈ ഭാഗം. അതുകൊണ്ട് സ്മെല്ല് കൊണ്ട് ഈ ഭാഗത്തൂടെ പോകാൻ മേല. ആരാണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് വേസ്റ്റെല്ലാം കിടക്കുന്നത് കത്തിച്ചു പോയി. പക്ഷേ ഇവിടുത്തെ ഈ പുക കാരണം കൊണ്ട് ഇവിടെ ആൾക്ക് ജീവിക്കാൻ പറ്റിയല്ല. കുഞ്ഞിപ്പിള്ളാരൊക്കെ താമസിക്കുന്ന സ്ഥലമല്ലേ. വാർഡ് മെമ്പറോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ല, യാതൊരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല. പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത് പോകുമ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് ദേഷ്യപ്പെടുന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. രാത്രിയിലും പകലും കഥക് തുറന്ന ഭയങ്കര നാറ്റുവാ. ഞാനൊരു കുഞ്ഞു കൊച്ചിനെ വെച്ചേക്കുവാ. ആ കൊച്ചിന് എപ്പോഴും അസുഖമുള്ള കൊച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പഞ്ചായത്തുകാരെ എങ്ങനെയെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ശക്തമായ സമരപരിപാടികൾ പ്രതിഷേധവുമായി പഞ്ചായത്തിന്റെ മുമ്പിൽ നിൽക്കുകയും ധർണ നടത്തുകയും ബാക്കിയുള്ള നടപടികളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യും. ഇത് ശക്തമായി തന്നെ പ്രതിഷേധിക്കുക.